സദാഹം ശരണം. 3 ഗുരുക്കന്മാർ മരിച്ചുപോയി. ജീവനായിരുന്നു എനിക്ക് അവരുമായിട്ട്. അവസാനം വരെ ഞാൻ അവരുമായിട്ട് ഇരിക്കുമായിരുന്നു. ഏവർക്കും യാത്രാ സ്റ്റാൻഡിലേക്ക് സ്വാഗതം. ഒരു കലാകാരന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ സന്തോഷവും. മൃദംഗവാദന രംഗത്ത് കേരളത്തിലെ പ്രശസ്തർക്കൊപ്പം മൃദംഗം വായിച്ച ചങ്ങനാശ്ശേരി ഹരികുമാറിന്റെ ജീവിതത്തിലെ 60ന്റെ നിറവിൽ പെരുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ഭക്തരും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും നൽകിയ സ്വീകരണ പരിപാടികൾ കാണുന്നതിന് ഞങ്ങൾ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹം രുദ്രസ്യ സൂനും സുരസൈനനാദം ഗുഹം. ന്മാരും എല്ലാവരും ചേർന്ന് ഭദ്രദീപം എന്നിവിടെ തെളിയിക്കുന്നു. ആദ്യമായിട്ട് പെരുന്ന ഹരി എന്നെ വിളിച്ചപ്പോൾ 3 കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അടുത്ത ആഴ്ച എൻ്റെ മകൻ്റെ കല്യാണം ആയതുകൊണ്ട് തിരക്കിലാണ്. പക്ഷേ വേലായുധ സ്വാമിയുടെ ദർശനം, ബി ഹരികുമാറിന് സ്വീകരണം, പെരുന്ന ഹരികുമാർ ഇനിഷ്യേറ്റ് ചെയ്ത് നടത്തുന്നൊരു പ്രോഗ്രാം തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആദ്യമേ നിങ്ങളോടെല്ലാവരും മാപ്പ് ചോദിക്കുന്നു. ഞാൻ ടി എസ് സുബ്രഹ്മണ്യൻ്റെ അനിയനാണ്. ആ കച്ചേരി കേൾക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെ 9 മണിക്ക് മുമ്പ് വീട്ടിലെത്തേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ പോവും. ഇനി വിഷയത്തിലേക്ക് വരാം. ഇത്ര മനോഹരമായ ഈ അമ്പലത്തിൻ്റെ ഈ ഒരു സന്നിധാനത്തിൽ ഇങ്ങനെ ഒരു സംഗീത കച്ചേരി മുടങ്ങാതെ എല്ലാ മാസവും ചൊവ്വാഴ്ച, അതായത് ഒരു 2ാമത്തെ ചൊവ്വാഴ്ച, ആദ്യത്തെ ചൊവ്വാഴ്ച അത് വലിയ വലിയ ആളുകളെ വിളിച്ച്, ചെറിയ ആളുകളായാലും വലിയതായാലും വിദ്വാന്മാരെ വിളിച്ച് നടത്തി നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നു. അതിന് ഒന്നാമത്തെ കാര്യം, ഇത് നടത്തിക്കൊണ്ടുപോകാൻ ആദ്യം ഒരു മനസ്സാണ് വേണ്ടത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടെ വരും. അങ്ങനെ കുറേ ആളുകൾ, ഈ അമ്പലത്തിൻ്റെ മാനേജറും ഇവിടുത്തെ തിരുമേനിയും ഇവിടുത്തെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെയും തന്ത്രിയുടെ കാര്യം ആദ്യമേ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെയും എല്ലാവരുടെയും അനുഗ്രഹവും വേലായുധ സ്വാമിയുടെ അനുഗ്രഹവും എല്ലാം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു സംരംഭം നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അത് വളരെ കൃത്യമായിട്ട് ഹരികുമാർ അത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതിനെല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ട്. അതിൽ പ്രത്യേക ഒരു സന്തോഷം. ഇനി ഹരികുമാറിനെ കുറിച്ച് സംസാരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹരികുമാറിനെ കുറിച്ച് സംസാരിക്കാൻ 3 മിനിറ്റ് 4 മിനിറ്റ് എനിക്ക് പോരാ. അത്രത്തോളം മണിക്കൂറുകൾ വേണ്ടി വരും ചിലപ്പോൾ. കാരണം ഹരിയെ വളരെ ചെറുപ്പം തൊട്ടേ അറിയാം എനിക്ക്. ഹരിയുടെ ഓരോ മൂവ്മെൻറ്റും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഉയർച്ചയും എല്ലാം ഏറ്റവും കൂടുതൽ കൂടെ ഇരുന്ന് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഹരികുമാറിനെ കുറിച്ച് സംസാരിക്കുന്നപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ നല്ല സന്തോഷമേ ഉള്ളൂ എനിക്ക്. അതായത് പഠിക്കുന്ന കാലത്ത് തന്നെ കച്ചേരി വായിച്ചു തുടങ്ങി. പഠിച്ച് പുറത്തു വന്നപ്പോഴും ഹരികുമാറിന്
മിക്കവാറും ദിവസങ്ങളിൽ കച്ചേരി ആയിരിക്കും. പിന്നെ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടെന്നറിയില്ല, അദ്ദേഹത്തിന് ഓൾ ഇന്ത്യ റേഡിയോയിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു. ആ അപ്പോയിൻമെൻറ്റ് ലെറ്ററിലെ ഡേറ്റിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല, കച്ചേരിയുടെ തിരക്കുകൊണ്ട്. ഒരു മാസം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഫെബ്രുവരി 27 ജോയിൻ ചെയ്യേണ്ടിയിരുന്നത്. അത് മാർച്ച് 27 ആക്കി ഹരികുമാറിനെയും കൊണ്ട് ഞങ്ങൾ ഗൾഫിൽ ദുബായിൽ ദാസറിൻ്റെ കച്ചേരിക്ക് പോകുമായിരുന്നു. ശരിയാണോ? അപ്പോൾ അന്നേ ആൾ ബിസിയാണ്. പിന്നെ കച്ചേരി അത് തൊട്ട് ഓൾ ഇന്ത്യ റേഡിയോ പോയപ്പോഴും അവിടുത്തെ ജോലിയും നന്നായിട്ട് ചെയ്തു. ഇതുപോലെ കച്ചേരികൾക്കും പോയി. ധാരാളം ശിഷ്യന്മാർ. ഹരിക്ക് വേറെ യാതൊരു ഇതുമില്ല. ഭഗവാനെ പ്രാർത്ഥിക്കുക, ഗീത കൊടുക്കുന്ന നല്ല ഭക്ഷണം കഴിക്കുക, കച്ചേരികൾക്ക് പോവുക, ജോലി ചെയ്യുക, ശിഷ്യന്മാരെ വാർത്തെടുക്കുക. അല്ലാണ്ട് വേറെ ഒരു കാര്യവും ഹരി ഇടപെടുകയില്ല. ബാക്കിയെല്ലാം ഗീത നോക്കിക്കോളും. അപ്പോൾ ഹരിയുടെ ആ ഒരു ചിന്തയാണ് ഹരിയെ ഇവിടം വരെ എത്തിച്ച. ലോകപ്രശസ്തൻ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഒരു വലിയ കയ്യടി കൊടുക്കാമായിരുന്നു. അത് നമ്മുടെ ഈ ചങ്ങനാശ്ശേരിയിലും ഒരുപാട് കലാകാരന്മാരുണ്ട്. അത് ഒരു കലാകാരൻ നിറഞ്ഞ ഒരു സ്ഥലമാണത്. ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരെയും. അതുകൊണ്ട് ആ ഒരു ഈ ചങ്ങനാശ്ശേരിക്ക് തന്നെ ഒരു അഭിമാനമാണ് ഹരികുമാർ. പിന്നെ ഹരിയുടെ ഇപ്പോൾ അടുത്ത കാലത്തെ ശിഷ്യന്മാരെല്ലാം കൂടി ഇവിടെ നമ്മുടെ ട്രിച്ചിയിൽ ഗംഭീര ഒരു ഫംഗ്ഷൻ നടത്തി. അതും വലിയ രീതിയിൽ നടന്നതായിട്ട് ഞാൻ അറിഞ്ഞ് എനിക്ക് പോകാൻ സാധിച്ചില്ല. DVG ചേട്ടൻ പോയിരുന്നു അവിടെ ചെന്ന് എല്ലാം ഫംഗ്ഷനൊക്കെ ഗംഭീരമായി. ഞാനത് വീഡിയോയിൽ കണ്ടു. ഇനിയും ഹരിയുടെ വരും കാലങ്ങൾ കൂടുതൽ ബിസിയായിരിക്കാനും കച്ചേരികൾ വായിക്കാനും ശിഷ്യന്മാരെ വാർത്തെടുക്കാനും സന്തോഷപ്രദമായ കുടുംബജീവിതം ഹരിക്ക് ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ പെരുന്ന ഹരികുമാറിനും ഇതുപോലെ നടത്തിക്കൊണ്ടുപോകാൻ എപ്പോഴെല്ലാം ഞാൻ ഫ്രീ ആണോ, ഞാൻ കച്ചേരിക്ക് വേണ്ടി വരണമെന്നില്ല, എന്നെ വിളിച്ചാൽ ഞാൻ വരും, തീർച്ചയായും വരാം. ഞാനും നിങ്ങളുടെ ഒരാളാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, കാരണം നല്ലൊരു കച്ചേരി നടക്കാൻ പോവാണ്. അപ്പോൾ ആ കച്ചേരികളെല്ലാവരും കേട്ട് സന്തോഷമായിട്ട് പോവാം. എനിക്ക് ആ ഭാഗ്യം ഇന്ന് ഇത്തിരി കുറവാണ്, അതുകൊണ്ട് ഞാൻ ഉടനെ വിടുകയാണ്. എല്ലാവർക്കും നമസ്കാരം. കോട്ടയം സന്തോഷ് കുമാർ സാർ സതീഷിനെ ക്ഷണിച്ചു. സജീവ് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് സംസാരിച്ച് വലിയ പരിചയമൊക്കെ വളരെ കുറവാണ്. എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ഫംഗ്ഷൻ വെച്ച് ഹരിയ എന്നെ കാരണകർത്ത ഇങ്ങനെ ഒരു നല്ലൊരു ഫംഗ്ഷൻ വെച്ച് എന്നെ ഈ ലെവലിൽ എന്നെ ഇവിടെ വിളിച്ചതിന് വളരെ വളരെ സന്തോഷമുണ്ട്. എൻ്റെ 60ാം പിറന്നാൾ ട്രിച്ചിയിൽ
അവിടെയുള്ള ശിഷ്യന്മാരും ഇവിടെയുള്ള ശിഷ്യന്മാരും കൂടെ ചേർന്ന് നടത്തിയിരുന്നു. പല ശിഷ്യന്മാരും വന്നില്ല ഇവിടെയുള്ളവർ. അത് ഗുരുവിനോടുള്ള പ്രിയക്കുറവാണോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, ഇവിടെയുള്ള ശിഷ്യന്മാർക്ക് ആ ഭക്തി എന്ന് പറഞ്ഞാൽ വളരെ 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 കുറവാണ്. 100% എടുത്തു കഴിഞ്ഞാൽ 10% ഭക്തി കുറവാണ്. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കുട്ടികളെ കണ്ട് നിങ്ങൾ പഠിക്കണം പല പല വിഷയങ്ങളും. ഇവിടെയുള്ള ഗുരുക്കന്മാരെ, നിങ്ങളുടെ ശിഷ്യന്മാരായ പല പല വിദ്വാന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. ഓരോ ശിഷ്യന്മാരും അവരെ ഗുരുക്കന്മാരെ പോയി കാണുകയും ഈ ഒരു നവരാത്രി വന്നു കഴിഞ്ഞാൽ ഒരു ദശമിക്ക് നമസ്കാരം ചെയ്യുന്ന ഒരു മര്യാദ കൂടെ ഇല്ലാത്ത പിള്ളേരാണ് ഇവിടെയുള്ളവരെല്ലാവരും. എനിക്ക് വളരെ സങ്കടമുണ്ട് അതിലൊക്കെ. നമസ്കാരം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ സാറിന് ഒരു 100 രൂപ ദക്ഷിണ വെക്കണോ? ആ കാശ് പോകുന്നു. അത് വിചാരിക്കാതെ കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളുടെ ഗുരു എന്ന് മനസ്സിൽ ഒരാളുണ്ടെങ്കിൽ, എനിക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഗുരു എന്ന് മനസ്സിൽ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എത്ര രൂപ സമ്പാദിക്കുന്ന ആൾക്കാർ, ആർട്ടിസ്റ്റ് എവിടെയുള്ളവരെല്ലാവരും ഒരുപാട് രൂപ സമ്പാദിക്കും. എനിക്കറിയാം, കൊച്ചു പിള്ളേർക്കൊക്കെ കച്ചേരി നടക്കുന്നുണ്ട്. അവിടെ 500-1000 രൂപ കിട്ടുന്നില്ലേ ഒരു കച്ചേരിയുടെ പൈസ. ആ ഗുരുവിന് പോയി നമസ്കാരം ചെയ്യില്ല, എന്താ തെറ്റ് നിങ്ങൾക്ക് മനസാക്ഷി എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അത് ചെയ്യുക മാക്സിമം. ആ ഗുരുവിനെ കണ്ട് ഒരു ദശമിക്ക് പോയി നമസ്കാരം ചെയ്യാനുള്ള ഒരു മര്യാദയില്ലാത്ത നാടാണിത്. എനിക്ക് വളരെ സങ്കടമുണ്ട്. ഈ കേരളത്തിലുള്ള ജനങ്ങൾ അങ്ങനെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ 100-ൽ ഒരു 80% ശിഷ്യന്മാരും അങ്ങനെയാണ്. ഒരു 10-20% പീപ്പിൾസ് മാത്രമേ ഉള്ളൂ ഈ നല്ല ഭക്തിയായിട്ടിരിക്കുന്നതും വളരെ ഉള്ളതും. അങ്ങനെ തന്നെ ജീവിക്കണം. നിങ്ങൾ ഈ കല വലുതായിട്ട് വരണം, വലുതായിട്ട് വരുന്നില്ല എന്നുള്ള ദോഷം നിങ്ങൾക്ക് വരുന്നതിന് കാരണം ഇത് തന്നെയാണ്. ഭഗവാന്റെ അനുഗ്രഹം മാത്രം പോരാ, ഗുരുവിൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് കിട്ടണം. നിങ്ങൾ മനസ്സാ വാച കർമ്മണ പറയുക, ഭക്തി ഒരെണ്ണം വേണം. ഭക്തി 100% ഭക്തി വേണം. അത് ഗുരുഭക്തി നിറയെ വരണം. അത് ഇവിടെയുള്ള കുട്ടികൾക്ക് വളരെ കുറവാണത്. എന്താണ്, ഒരു ഫംഗ്ഷൻ വെച്ചു, എൻ്റെ ഒരു ഫംഗ്ഷൻ, ഞാൻ എൻ്റെ ഒരു ഫംഗ്ഷൻ്റെ കാര്യം പറയാം. അവിടെ 50 ശിഷ്യന്മാരുണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാവരും കൂടെ ചേർന്ന്. ഇവിടുത്തെ ഒരു 2-3 ശിഷ്യന്മാർ മാത്രമേ വന്നുള്ളൂ. എല്ലാവരെയും വിളിച്ചിരുന്നു, ഒരുത്തം പോലും വന്നില്ല. എനിക്ക് ധർമ്മസങ്കടമുണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിൽ സാറിന് ശിഷ്യന്മാരാരും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കേണ്ട ഒരു ഗതികേട് വന്നു. ആ ഒരു ഗതികേട് ഇവിടെയുള്ളവന്മാരെ ഉണ്ടാക്കിയത്. എനിക്ക് മാനസികമായിട്ട് എനിക്കത് ഒരിക്കലും, ഇനി എത്ര കാലം ജീവിക്കുന്നുണ്ടോ അത്രയും കാലം എനിക്കിവിടെ വലിക്കും അത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ ചോദ്യം വന്നതുകൊണ്ട് എനിക്കത് ഇവിടെ വലിക്കുന്നുണ്ട്. ഭഗവാന്റെ മുന്നിൽ തന്നെ പറയുക, ഒരിക്കലും ചെയ്യരുത് കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ ഭക്തി കാണിക്കണമെന്നതിൻ്റെ ഗുരുവിൻ്റെ അടുത്ത് ഭക്തി കാണിക്കൂ. ഗുരുവാണ് നിങ്ങൾക്കെല്ലാം. നിങ്ങളൊരു കിടക്കിട പാഠം കയ്യിലടിച്ചാൽ കറക്റ്റായിട്ട് സമയത്ത് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്തിയുടെ ഗുരുവിൻ്റെ അനുഗ്രഹം 100% കിട്ടിയേ പറ്റുള്ളൂ. ആ ഗുരുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ദോഷമാണ്. ചില പയ്യന്മാരുണ്ട്, സാർ ബി ഗ്രേഡിൻ്റെ ഓഡീഷനുണ്ട്, വരണം. ഞാൻ തനിയാവർത്തനം പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. അവർ ബി ഗ്രേഡ് വരും. അടുത്തത് BA ഓഡീഷൻ. അത് കഴിയുമ്പോൾ അത് 2-3 വർഷത്തേക്ക് മറന്നവർ. അത് കഴിഞ്ഞ് 3 വർഷം ആയപ്പോഴേക്കും, സാർ BAയുടെ ഓഡീഷനുണ്ട്, പ്ലീസ് എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരണം. തനിയാവർത്തനം പ്രിപ്പയർ ചെയ്ത് A ഗ്രേഡ് വന്നു. ഇനി അടുത്ത ടോപ്പിന് വന്നാൽ മതിയല്ലോ എന്നുള്ള അവരുടെ വിചാരം. ടോപ്പ് ആകുമ്പോഴേക്കും സാർ ഒരു 3 തനിയാവർത്തനം ടോപ്പിന് തയ്യാറാക്കി തരണം. അതിനുവേണ്ടി മാത്രം എന്നെ ഉപയോഗിക്കുന്നത്. എനിക്കത് പേരെടുത്ത് പറയാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ വലിയ മാനസികമായിട്ട് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. എന്നെ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരുപാട് ശിഷ്യന്മാരുണ്ട്. എന്നെ പോലെ വേഷം കെട്ടുക വേസ്റ്റ്. നിങ്ങൾ എന്നാ, വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ? നിങ്ങൾ എന്താ വായിക്കുന്നത്? ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കരു മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു തരും. അതിന് നിങ്ങൾ എന്താ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്? അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്നും വേണ്ട. സതീശൻ്റെ മകന് നരേന്ദ്രൻ, അവനെപ്പറ്റി, അവൻ ഗണേഷ് കുമരേഷിൻ്റെ അടുത്താണ് വയലിൻ പഠിക്കുന്നു ഇപ്പം. ആ കുമരേഷിൻ്റെ അടുത്ത് പഠിക്കാൻ വേണ്ടി സതീശൻ എൻ്റെ അടുത്ത് പറഞ്ഞു, കുമരേഷിൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കാൻ പറ്റുമോ? പിന്നെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം, അവൻ ഭയങ്കര, ഞങ്ങൾ അങ്ങനെ ജീവിച്ചവരാണ്. ഞങ്ങൾ ഒരുമിച്ച് കടന്നുറങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. അത്ര വലിയ സ്നേഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവൻ്റെ അടുത്ത്, നിന്നെ കുഞ്ഞിനല്ല, എൻ്റെ കൊച്ചുമാരും ഉള്ളവൻ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് കുമരേഷിന് ചോദിച്ചു. കുമരേഷ് പറഞ്ഞു, തീർച്ചയായിട്ടും അവനെ ഞാൻ പഠിപ്പിച്ച് ഇപ്രാവശ്യം ഇനി ഒരു 5 നാൾ മുമ്പ് തഞ്ചാവൂർ കച്ചേരിക്ക് വന്നപ്പോൾ ഭയങ്കരമായിട്ട് വായിക്കുന്നുണ്ട് അവൻ. കുമരേഷിൻ്റെ വായിന്ന വരുന്നത്, അവൻ ഭയങ്കരമായിട്ട് വായിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നത് എന്നെ വലിയ അനുഗ്രഹമാണ്. ആ പയ്യനെപ്പറ്റി നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അത് അങ്ങനെയുള്ള പേര്, അതെന്തുകൊണ്ട് അവൻ്റെ ഭക്തി, അവൻ ആ ഗുരുവിനോടത്തുള്ള ഭക്തി കൊണ്ടാണ് ആ പേര് വരുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് പഠിപ്പിച്ച ഗുരുവിനെ മറന്നു പോകരുത്. അത് അവരെയും പോയി കാണുക. നവരാത്രി വരുമ്പോഴേക്കും അയ്യോ നമ്മളെ അവർ പഠിപ്പിച്ചിട്ടില്ല, ഒന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ, തത്തിത്തോനെ മാത്രമേ, അതല്ല. നിങ്ങൾ അവരെയും പോയി കണ്ട് നമസ്കരിക്കണം. അവർ ഗുരുക്കന്മാരോടുള്ള ഭക്തി ഞങ്ങളുടെ ഹാർട്ടിൽ, ആ പഴയ ആൾക്കാർക്ക് ആ ഹാർട്ടിൽ എല്ലാവർക്കും ആ ഗുരുഭക്തി ഉണ്ട്. അതുകൊണ്ടാണ് ഞാനൊക്കെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ ലെവലിൽ വന്നതിനുള്ള കാരണം എൻ്റെ ഗുരുഭക്തിയും ഭഗവാനോടുള്ള ഇതുകൊണ്ട് മാത്രമാണ്. എനിക്ക് വേറെ ഒരു പരിപാടികളും ഇല്ല. എനിക്ക് ഭഗവാന്റെ അടുത്ത് അർപ്പണം 100% പൂജ, ഡെയിലി പൂജയുള്ള ആളാണ്. 100% ജപമുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ലെവലിൽ വന്നത്. എല്ലാവരെ പോലെ ഉള്ളൂ മൃദംഗം വായിക്കുന്നുള്ളൂ. ഞാൻ വലിയ വിദ്വാനൊന്നും അല്ല.
പക്ഷെ നമ്മളിത് ഈ ഉള്ള തൊഴിൽ കൊണ്ട് നമ്മൾ ഇത്രയും വലിയ ലെവലിൽ വന്നതിന് കാരണം ഭഗവാന്റെ അനുഗ്രഹവും ഗുരുക്കന്മാരുടെ അനുഗ്രഹമാണ്. നിങ്ങൾക്ക് ഇവിടെ ഇല്ലാത്തത് ഒരു 80% കുട്ടികൾക്ക് ഇല്ലാത്തതിന് കാരണം ഗുരുഭക്തി ഇല്ല. അത് വരണം. ഗുരുഭക്തി തീർച്ചയായിട്ടും പറയാം. ഇവിടെയുള്ള ഗുരുക്കന്മാരായിട്ടിരിക്കുന്ന അത്ര പേരും എൻ്റെ ഫ്രണ്ട്സാണ്. വലിയ വലിയ സീനിയർ വിദ്വാൻമാർ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ശിഷ്യന്മാർ ഇങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും ഇരിക്കുന്നത്. 80% പേർക്ക് ഭക്തിയില്ല. ആ പുള്ളി എന്നെ ഒരു സരിഗമപദനിസം മാത്രമേ പഠിപ്പിച്ചു. അതല്ല, അത്രയും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ ഭക്തിക്ക് പോയി നമസ്കരിക്കണം. നവരാത്രി വരുമ്പോൾ നിങ്ങൾ പോയി കാണാത്തത് എന്തുകൊണ്ടാണ്? ഒരു നമസ്കരിക്കാൻ വേണ്ടി ഒരു ധൈര്യം ഇല്ലാത്ത എന്തുകൊണ്ടാണ്? അത് ചെയ്യണം. ഭക്തി ഇരിക്കണം. നിങ്ങൾക്കൊക്കെ ഭക്തി വരണം. എനിക്ക് ഈ ഒരു സൗകര്യം എനിക്ക് ഉണ്ടാക്കി തന്നപ്പോൾ ഇത് പറയണം എന്നുള്ളത് തോന്നിയുകൊണ്ട് മാത്രം പറഞ്ഞാൽ, നിങ്ങളെ ആരെ ഫീലാക്കാൻ വേണ്ടി പറഞ്ഞല്ല. പക്ഷേ നിങ്ങൾ ചെയ്യാത്തതും എനിക്ക് മാനസികമായിട്ടുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പല പല ശിഷ്യന്മാർക്കുള്ള എന്തുകൊണ്ടാണ് സാർ ഞാൻ വലിയ ഡെവലപ്പ് ആവാത്തത്, ഞാൻ മേലോട്ട് വരാത്തത്? കാരണം അതാ സത്യമായിട്ടും പറയാം. നിങ്ങൾ ശരിയാവാത്ത വെളിയിലോട്ട് വരാത്തതിനുള്ള മെയിൻ കാരണം അത് തന്നെയാണ്. ഞാൻ പറയും, ഇപ്പം കൂടെ അടിച്ചു പറയും. എനിക്ക് ഗുരുവിൻ്റെ ഭക്തി അദ്ദേഹം എൻ്റെ 3 ഗുരുക്കന്മാരും മരിച്ചുപോയി. ജീവനായിരുന്നു എനിക്ക് അവരുമായിട്ട്. അവസാനം വരെ ഞാൻ അവരുമായിട്ട് ഇരിക്കുമായിരുന്നു. ആ ഒരു ഭക്തി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഒന്നും ഫീൽ ആവേണ്ട ആവശ്യമില്ല. എനിക്ക് ഈ ഒരു ഫംഗ്ഷൻ വെച്ച് ഇത്രയും വലിയൊരു കാര്യം എനിക്ക് ചെയ്തു തന്നാൽ ഇവിടുത്തെ തന്ത്രികൾ, ഇവിടുത്തെ മേശാന്തി, ഹരി എല്ലാവരും ചേർന്നാണ് ഈ ഫംഗ്ഷൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. വളരെ വളരെ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ആർക്കും ഫീൽ ആവണ്ട. ഭക്തി ഉണ്ടാവണം. എല്ലാവർക്കും ഭക്തി ഉണ്ടായാലേ മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ അനുഗ്രഹം കൊച്ചനിയന്മാർക്കൊക്കെ എനിക്ക് അനുഗ്രഹം ഉണ്ടാവും. എപ്പോഴും 100% അനുഗ്രഹമുണ്ട്. അനുഗ്രഹം മാത്രം പോരാ, ഗുരുക്കന്മാരോട് ഭക്തിയോട് ഇരിക്കൂ. ഞാൻ എൻ്റെ ശിഷ്യനാണെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും കാര്യങ്ങൾ. അല്ലെ മുഖത്ത് നോക്കി പറയുന്ന ആളാണ് ഞാൻ. എനിക്ക് പേടിയൊന്നുമില്ല ആരടുത്തും. ആത്മാർത്ഥമായിട്ട് പറയും. നീ ഗുണം പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം അപ്പാ എന്ന് പറയും. അത് പറയുന്നത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പറയും. 1000 പ്രാവശ്യം പറഞ്ഞിരിക്കും. എനിക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. തമിഴ്നാട്ടിൽ 100 കണക്കിന് ശിഷ്യന്മാരുള്ള ആളാണ് ഞാൻ. അവരൊക്കെ എൻ്റെ അടുത്ത് എങ്ങനെയാണ് ഇരിക്കുന്നത്, ഗുരു എങ്ങനെയുണ്ട്, എന്തെങ്കിലും വിഷമമുണ്ടോ അന്വേഷിക്കുന്നവരാണ്. അതില്ല ഇവിടെ. ഗുരു എവിടെ ഇരിക്കുന്നതെന്ന് പോലും അന്വേഷിക്കാത്ത ശിഷ്യന്മാർ അവിടെ ഉള്ളത്. അത് ശാപമായിട്ട് പറയുകയല്ല. അത് അങ്ങനെ ഇരിക്കാൻ പാടില്ല. ഗുരുക്കന്മാരുടെ അടുത്ത് ഭക്തിയായിട്ട് ഇരിക്കുക. അത് ആദ്യം പഠിക്കണം. അതില്ല. നിങ്ങൾക്ക് 10 കാശുണ്ടായി കഴിഞ്ഞാൽ കച്ചേരി നടക്കുന്നുണ്ട്, തലയാട്ടിയിട്ട് കച്ചേരി വായിച്ചാൽ മാത്രം പോരാ. നിങ്ങൾക്ക് കാശുണ്ടാക്കുന്നത് ഗുരുവിന് കൊടുക്കാൻ കൂടെ പഠിക്കണം. അതിനൊരു പങ്ക്, ഒരു 10%, 100 കച്ചേരി വായിച്ചാൽ അതിൻ്റെ ഒരു 10% നീ ഗുരുവിന് നമസ്കരിക്കണം. പോയി ആ ഗുരുവിന് ഇല്ലാത്തവനായിരിക്കും, പാവപ്പെട്ടവനായിരിക്കും. ആ ഗുരുവിനെ പോയി നമസ്കരിച്ചാൽ മാത്രമേ അവൻ ഗുണം പിടിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ ഫംഗ്ഷൻ ഇങ്ങനെ നടത്തിയതിന് വളരെ വളരെ സന്തോഷമുണ്ട്. ഹരി, താങ്ക് യു വെരി മച്ച്. ഹലോ, താങ്ക് യു. ഹരിയാണ് ഇതിന് ഫുള്ളായിട്ട് കാരണകർത്താക്കൾ ഹരിയാണ്. എന്നെ ഇത്രയും ഈ വിളിച്ചിങ്ങനെ വിളിച്ചു. പക്ഷേ ഞാൻ ഈ ലെവലിൽ ഇരിക്കുന്നതിലൊക്കെ കാരണം ഇവർക്കൊക്കെ, എൻ്റെ ശിഷ്യന്മാർക്കൊക്കെ അറിയാം എൻ്റെ ഗീതയാണ് എൻ്റെ ലെവലിൽ ഞാൻ ഇരിക്കുന്നത്. കാരണം എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചത് എങ്ങനെയാണെന്നോ, ഞാൻ എന്ത് ചെയ്യുന്നെന്നോ, ഞാൻ എവിടെ പോകണമെന്നോ, ഒരു ദിവസം ടിക്കറ്റ് വരെ അവളെ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന ഗീതയാണ്. ഞാൻ അവിടെ പോകണോ, എനിക്ക് എന്താ അറിയുന്നത്, ആ പടം മൃദംഗം ശ്രുതി ചേർക്കും, കച്ചേരിക്ക് പോകും, അവിടെ കച്ചേരി വായിച്ചിട്ട് വരും. അത് മാത്രമേ ഉള്ളൂ. ബാക്കി കുട്ടികളെ പഠിപ്പിച്ചതും ഒക്കെ അവൾ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ചെയ്തതും അവർ തന്നെയാണ്. അതാണ് ഫുള്ള് ക്രെഡിറ്റ് അവൾക്കാണ്. 100%ൽ 99% അവൾക്കാണ്. പിന്നെ എൻ്റെ ബ്രദേഴ്സ് 2 പേരുണ്ട്, ഗിരി, ശ്രീയെ, എൻ്റെ തങ്കച്ചേച്ചി, എൻ്റെ ഗീതയെന്ന് വിളിക്കുന്നത്. അവരൊക്കെയാണ് ഞാൻ ഈ ലെവലിൽ വരാനുള്ള കാരണം ഉണ്ടായതും. പിന്നെ ഇവിടെ വലിയ വലിയ ആർട്ടിസ്റ്റ്, വലിയ മഹാവിദ്വാന്മാരെല്ലാവരും എനിക്ക് ഒരുപാട് കച്ചേരികൾ തന്ന് എന്നെ മേളിൽ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോഴും വലിയ വലിയ വിദ്വാന്മാർക്ക് ഞാൻ വായിക്കുന്നുണ്ടെങ്കിൽ കാരണം അത് ആ ഭക്തിയുടെ ഇതുകൊണ്ടാണ് വായിക്കുന്നത്. ആ ഫീലിംഗ് കൊണ്ടാണ് ഇത് പറഞ്ഞത്. വേറെ ഒന്നും ആരും വിചാരിക്കേണ്ട. ഞാൻ ശപിക്കുകയോ ഒന്നും അല്ല, ആരെയും ശപിക്കുന്നതല്ല. ഈ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞറിഞ്ഞ് ചെയ്യണം. നിങ്ങളുടെ ഗുരുക്കന്മാരെ മറന്നു പോകരുത്, കുഞ്ഞുങ്ങളെ. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അഭിപ്രായം പറഞ്ഞത്. അത് വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല. നമ്മുടെ ഗുരുക്കന്മാരായിട്ടിരിക്കുന്നവർക്ക് ഗുരുക്കന്മാരുണ്ടെങ്കിൽ അവരെയും പോയി നമസ്കരിക്കാൻ നിങ്ങൾ ആരും മറന്നു പോകരുത് കുഞ്ഞുങ്ങളെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വളരെ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്.